Dear student, welcome to SS Physics classes. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് today. We are waiting with a big chapter. Dual nature, atoms and nuclei. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറഞ്ഞതിന്റെ റീസൺ കഴിഞ്ഞ 33 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ +1 +2 ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ള സെക്ഷനാണ്. Maybe more than 250 questions ഈ 33 വർഷമായിട്ട് ഈ 3 സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ some years more than 6 questions from this chapter. പക്ഷേ നമുക്ക് ഏറ്റവും ഈസി ഉള്ള ചാപ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഉറപ്പിക്കാം ഒരു 5+ questions from these 3 sections. കഴിഞ്ഞ ദിവസം അവസാനവട്ട പ്രിപ്പറേഷൻ ഏത് തരത്തിലാകണമെന്നുള്ള തരത്തിൽ ഒരു വീഡിയോ SS ഫിസിക്സ് ടിപ്സ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധപൂർവം നിങ്ങൾ അത് കാണണം. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ അത്യധ്വാനം സെപ്റ്റംബർ 12-ന് ഫലവത്തായി മാറണമെങ്കിൽ നമ്മുടെ ചെയ്തികളിൽ ഒരു കാരണവശാലും ഒരു ലൂപ്പ് ഹോൾ വരാൻ പാടില്ല. നമ്മൾ ഏത് തരത്തിൽ എങ്ങനെ പോയാലാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഇനിയുള്ള ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ പ്രാർത്ഥനയോടെ പക്ഷെ നല്ല പ്രിപ്പറേഷനോടുകൂടി ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിലേക്ക് കൂളായിട്ട് ഹാപ്പിയോടെ നീറ്റിൽ 10ാം റാങ്ക് കിട്ടിയ സ്റ്റുഡന്റിനെ പഠിപ്പിച്ച ആ പരിചയം അവന്റെ ഒരു പ്രത്യേക ക്വാളിറ്റി എന്താണെന്നറിയോ? ഇതാണ് ക്വാളിറ്റി. സ്മൈലിംഗ്, ടെൻഷൻ ഫ്രീ, ബട്ട് നല്ല ഒബീഡിയന്റ് ആണ്, അത്യധ്വാനിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൂളിംഗ് എഫക്റ്റ്, ടെൻഷൻ റിലീസ് ആകുന്ന കോൺസെപ്റ്റ്. അത് നിങ്ങളെ ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നയിക്കും. കാരണം ടെൻഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയോ ഓൺ ദ സ്പോട്ടിൽ മൈനസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം സ്മൈൽ ചെയ്യാം നന്നായിട്ട്. ദൈവം നമ്മോട് കൂടി. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ലുക്ക് 231 ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡേൺ ഫിസിക്സ് ചാപ്റ്ററിൽ നിന്ന് വെയിറ്റ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില വർഷങ്ങളിൽ അത് 6-നേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 2017-ലൊക്കെ. സോ നമുക്ക് ഉറപ്പിക്കാം ഈ വർഷം ഒരു 5+ ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുക. പ്രോമിസിംഗ് ഇൻ ദ സെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ട് തരുന്ന ചാപ്റ്ററുകളിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അപ്പൊ നമ്മുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ നമ്മുടെ ഈ 3 സെക്ഷൻ എടുക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന 2 ഏരിയാസ് നമ്മുടെ ഡ്യുവൽ നേച്ചറും ന്യൂക്ലിയയുമാണ്. അപ്പൊ ഈ 230 ക്വസ്റ്റ്യനിലെ ഒരു 80+ ക്വസ്റ്റ്യൻസും ഡ്യുവൽ നേച്ചർ എന്നാണ്, ഒരു 90+ ക്വസ്റ്റ്യൻസ് നമ്മുടെ ന്യൂക്ലിയയാണ്. സോ ആ ഒരു കാര്യം മറന്നു പോകരുത്. അപ്പൊ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട 2 ചാപ്റ്ററുകളാണ് ഡ്യുവൽ നേച്ചർ ആൻഡ് ന്യൂക്ലിയർ. നൗ ഡ്യുവൽ നേച്ചർ വരുമ്പോൾ അതിനുള്ളിലെ 2 പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ മറന്നു പോകരുത്. ഒന്ന് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, 2 നമ്മുടെ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റും. അപ്പൊ അതല്ലേ ഡ്യുവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ടേമാണ് വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ആ നേച്ചർ ആയിരിക്കും പലപ്പോഴും തീരുമാനമെടുക്കുക ഫോട്ടോ ഇലക്ട്രിക് എഫക്ഷൻ നടത്തണോ വേണ്ടിയോ എന്നുള്ളത്. സോ ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ബൈ എ സർഫസ് ടു എജക്ട് വൺ ഇലക്ട്രോൺ ഫ്രം ദ ബിക്കോസ് ഓഫ് ദ എമിഷൻ അല്ലെങ്കിൽ ഫോളിംഗ് ഓഫ് an electromagnetic wave.
സോ അതിന് ആ വർക്ക് ഫംഗ്ഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ സീറോ എന്നെടുക്കാം. അവിടെ തന്നെ നമുക്ക് ന്യൂ സീറോയെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രഷോൾഡ് വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ന്യൂ സീറോ ലാംഡ സീറോ എന്ന് പറയുന്നത് ദ മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ദ വേവ് ലെങ്ത് നീഡഡ് ടു എജക്ട് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. സോ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേവിന്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവന്റെ എനർജി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ടു ഇൻക്രീസ്, ഒന്ന് അവനെ എജക്ട് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട. പിന്നെ മറ്റൊരു തരത്തിൽ ഇതിനെ നമ്മൾ പറയുകയാണെങ്കിൽ ദ കൈനറ്റിക് എനർജി അക്വേർഡ് എന്ന് പറയുന്നത് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എസ്പെഷ്യലി ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 4 ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഒന്ന്, എപ്പോഴും ഓർക്കണം, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിപ്പെൻഡബിൾ അല്ല എന്നുള്ള ആസ്പെക്ട് ഓർക്കണം. ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇന്റൻസിറ്റി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത്, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, the retarding potential or the negative potential needed to stop the photoelectric current. അപ്പൊ ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുമ്പോൾ ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ട കോൺസെപ്റ്റ്, the kinetic energy we can write it to be as is equal to EV0, that should be equal to h nu minus h into nu 0. If you just plot between that photoelectric current with the stopping potential, അപ്പൊ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇന്റൻസിറ്റിയിൽ നമ്മുടെ ലൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഫോൾ ചെയ്യുന്ന സമയത്ത് ഓർക്കണേ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. എന്ന് വെച്ചാൽ അത് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഒരൊറ്റ കേസ് ആയിരിക്കും ഒരു ഡിഫറൻറ്റ് ഇന്റൻസിറ്റി വന്നു കഴിഞ്ഞാലും ഒരു മെറ്റീരിയലിന് ഉള്ളത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി, ആ കർവ് നോക്കുക, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. കാരണം ഈ ഇക്വേഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ പക്ക സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരുന്നു എന്നുള്ള ആസ്പെക്ട് മറക്കരുത്. ഇനി അടുത്ത കോൺസെപ്റ്റ് ഒന്ന് നോക്കി, അവിടെ ഡിഫറൻറ്റ് ഫ്രീക്വൻസിയുള്ള വേവ്സുകളെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. അപ്പൊ ഡിഫറൻറ്റ് ഫ്രീക്വൻസിയുള്ള വേവ്സുകൾ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഗ്രാഫാണ്. സോ ഇത്രയും ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിവൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സിലേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ കൃത്യതയോടെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ദ വർക്ക് ഫങ്ഷൻസ് ഫോർ മെറ്റൽസ് എ, ബി ആൻഡ് സി ആർ റെസ്പെക്റ്റീവ്ലി 1.92, 2 electron volt and 5 electron volt. According to Einstein's equation, the metals will emit photoelectrons for a radiation of wavelength 4000 angstrom is R. So that is a very important one. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, ഈ വന്നു വീഴുന്ന ആ വേവ് ലെങ്തിന്റെ എനർജി എന്താണ്? അത് നമ്മുടെ വർക്ക് ഫങ്ഷനേക്കാളും കൂടുതലായിട്ടുള്ളതാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എമിഷൻ നടക്കും. സോ ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ആണ്. h ഇൻറ്റു സി ഡിവിഷൻ ബൈ ലാംഡയാണ്. അത് ഇൻ ടേംസ് ഓഫ് ജൂൾ ആണെന്ന് ഓർക്കണം. ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും വരുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഇലക്ട്രോൺ എന്നൊരു ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കോൺസെപ്റ്റ്, ഇൻ ടേംസ് ഓഫ് ആംസ്ട്രോങ്ങിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം. എച്ച് സി ബൈ ഇ. എച്ച് നമ്മുടെ നോർമലി ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁻⁸ by 1.6 × 10⁻⁻19.
You get the value as 12375, but that division by lambda should be in Armstrong. അത് മറന്നു പോകരുത്. ഇത് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. മിക്കവാറും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ കീപ് ഇൻ മൈൻഡ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് വരാം. സോ 12375 by wavelength in Armstrong is 4100, that much electron, and to get the value as approximately 3.01, that much electron volt. So that is very important one. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് the work function for C is 5 electron volt. So അത്രയും എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഈ വന്ന് വീഴുന്ന വേവ് ലെങ്തിനില്ല. നമ്മൾ വന്ന് വീഴുന്നതിന് 3 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. അപ്പൊ അതിന് ഉറപ്പായിട്ടും ഇതിൻ രണ്ടെണ്ണത്തിന്റെ എയുടെയും ബിയുടെയും വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണ്. ഉറപ്പായിട്ടും യെസ്, എമിഷൻ വിൽ ബി ഹാപ്പൻ. സോ വാട്ട് ഈസ് ആൻസർ ഫോർ ഇറ്റ്? കം ഓൺ എവരിബഡി, പ്ലീസ് മെസ്സേജ് മീ. സോ ഡിയർ വൺ, നിങ്ങൾ കൃത്യതയോടെ ആൻസേഴ്സ് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സാക്ട്ലി. സോ വി ഗെറ്റ് ദ തേർഡ് ചോയ്സ് as the answer. ഗുഡ്, വെരി ഗുഡ്. സോ വളരെ നമ്മുടെ നീറ്റ് 2020 ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ ചാപ്റ്ററിലൊന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. According to Einstein's photoelectric equation, the graph between the kinetic energy of photoelectrons ejected and the frequency of incident radiation is. അപ്പം കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റും അല്ലെ. അപ്പൊ നമുക്കറിയാം സിമ്പിൾ ആയിട്ട് നമ്മുടെ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് h-nu മൈനസ് h-nu0 എന്നാണ് നമുക്കറിയാം. അപ്പൊ ഇതിൽ h-nu0 എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി വേഴ്സസ് ന്യൂ ആണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി അലോങ് ദ y ആക്സിസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കിയേ. യെസ്, ഈ ഒരു തരത്തിലല്ലേ നമുക്ക് കിട്ടിയിരിക്കുക. y is equal to mx minus z. എന്താണ് ഈ c എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക? That is nothing but the y intercept. ആ y intercept ആയിട്ടുള്ള വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചേ. നെഗറ്റീവ് വാല്യൂ അല്ലേ വന്നിരിക്കുക. അതോടൊപ്പം സ്ലോപ്പിന്റെ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ആ കർവ് വരുന്നത്? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഈ സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണേ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ദി ആംഗിൾ ഒന്ന് അക്യൂട്ട് ആയിരിക്കും. അതിന് പകരം ഇങ്ങനെയാണ് കർവ് വരികയാണെങ്കിൽ നോക്കിയേ, സ്ലോപ്പ് അവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ലൈൻസിനെ ഒന്ന് നമ്മുടെ y ആക്സിസുമായിട്ട് ഒന്ന് യോജിപ്പിക്കുമ്പോൾ ഇവിടെ ദാറ്റ് y കമ്പോണന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് വന്നു. ഇവനെ നമുക്കൊന്ന് റീട്രേസ് ചെയ്താൽ അത് പോസിറ്റീവ് ആയിട്ട് വന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് ആണ് ആൻസർ എന്ന് പറയുമ്പോൾ ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാം? വെരി ഗുഡ്, എക്സാക്ട്ലി, യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ അവർ ആൻസർ ബിക്കം ദ ഫസ്റ്റ് ഓപ്ഷൻ. സോ എ ആസ് ദി ആൻസർ. നിങ്ങളെ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ഓക്കെ? ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സാക്ട്ലി. കുഞ്ഞുങ്ങളെ കൃത്യതയോടെ ആൻസേഴ്സ് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ, മറക്കരുത്. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 radiations of photons of energies, so 1 electron volt. So h-nu for the first case it is given as is equal to eV, and for the second one as h-nu2 that is equal to given as 2.5 eV. Successively illuminate a photosensitive metallic surface of work function. സോ ഒരു പർട്ടിക്കുലർ കേസിലേക്കാണ് രണ്ട് ഫ്രീക്വൻസീസ് വരുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.5 ഇലക്ട്രോൺ വോൾട്ട്. The ratio of the maximum speeds of the emitted electrons is
നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജിക്ക് റിലേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. സോ വി നോ ദാറ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടെ വീഴുന്നവന്റെ എനർജി മൈനസ് വർക്ക് ഫങ്ഷൻ എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ രണ്ട് കേസസ് ആക്കി മാറ്റാം. ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് കേസ് വരുമ്പോൾ അവിടെ വന്നു വീഴുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ആണ് അല്ലെ. എന്തായാലും രണ്ട് കേസിലും ഒരേ മെറ്റീരിയൽ അല്ലേ, അപ്പൊ വർക്ക് ഫങ്ഷൻ രണ്ട് കേസിലും സെയിം ആയിരിക്കില്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസിലെ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്കതിനെ ഹാഫ് എം ഇൻറ്റു v1² എന്ന് നമുക്ക് പറയാം. ഇതൊരു മാസ് ഓഫ് ഇലക്ട്രോൺ സെയിം അല്ലേ രണ്ട് കേസസിൽ. കമാ വാട്ട് ഈസ് h nu? സോ നമുക്ക് ഇങ്ങനെ അറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലെ. സോ 1 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് നമ്മുടെ വർക്ക് ഫങ്ഷൻ as 0.5 ഇലക്ട്രോൺ വോൾട്ട് and you get the value as 0.5 electron volt. So that is the concept there. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം ഇൻറ്റു v2². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടുത്തെ h nu എന്ന് പറയുന്നത് 2.5 ആണ് അല്ലെ. സോ 2.5 മൈനസ് ദ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് 0.5 ആണ് എന്ന് പറയുമ്പോൾ you get the value as is equal to 2 electron volt. നമുക്ക് വേണ്ടത് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് അല്ലെ. സോ റേഷ്യോ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? v1² ബൈ v2² എന്ന് പറയുന്നത് 0.5 ഡിവിഷൻ ബൈ 2 എന്നാണ് അല്ലെ. 0.5 as 1/2 it becomes 1/4. Exactly v1 by v2 take the value as is equal to root of 1/4. You get the answer as 1/2 and you get the second option as the answer. Very good, very good. Exactly, you are right. Yes, good, very good. സോ നമ്മൾ ആ തിയറി കംഫർട്ട് ആയിട്ട് അറിയാമെങ്കിൽ മക്കളെ ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടെ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. സോ അനദർ ഗുഡ് ക്വസ്റ്റ്യൻ ഇൻ റിലേഷൻ വിത്ത് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ലുക്ക്, നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. When a metallic surface is illuminated with radiation of wavelength lambda, the stopping potential is V. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് പറയുന്നത് നമുക്കറിയാം കൈനറ്റിക് എനർജിക്ക് പകരമായിട്ട് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്താൽ we can write to be as h nu corresponding 1 minus that work function. സോ നമുക്ക് ഇവിടെ വേവ് ലെങ്തുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ സിമ്പിൾ ആയിട്ട് h ഇൻറ്റു c ഡിവിഷൻ ബൈ ഫസ്റ്റ് ലാംഡ മൈനസ് വർക്ക് ഫങ്ഷൻ h c ഡിവിഷൻ ബൈ ലാംഡ 0 ആയിട്ട് ഇവിടെ പറയുന്നത് യെസ് ഫസ്റ്റ് കേസിൽ ലാംഡ 0 ലാംഡ ഓക്കെ whatever may be the case. അപ്പൊ ഇവിടെ പറയുന്ന കേസ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ പറയുന്നത് നോക്കിയേ, when a metallic surface is illuminated with the radiation of lambda, the stopping potential is V. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ഡിനോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ വി എന്ന് പറയുന്നത് എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0 എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? രണ്ടാമത്തെ കേസിൽ നോക്കിയേ, ഇഫ് ദ സെയിം സർഫസ് ഈസ് illuminated with the radiation of 2 lambda, the stopping potential is V/4. The threshold wavelength for the metallic surface എന്ന് പറഞ്ഞാൽ രണ്ട് കേസിൽ ലാംഡ 0 ആണ് നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ നമ്മളുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V/4 ആയിട്ട് മാറി. അവിടുത്തെ വേവ് ലെങ്ത് ഓർക്കണം 2 ലാംഡ ആയിട്ട് മാറി. നമുക്ക് വർക്ക് ഫങ്ഷൻ ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇത് രണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ് 1/1/4. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു 4 ഈക്വൽ ടു നമുക്ക് രണ്ടിലെ എച്ച് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ വി ക്യാൻ റൈറ്റ് ടു ബി 1/ലാംഡ മൈനസ് 1/ലാംഡ 0 ബൈ 1/2 ലാംഡ മൈനസ് 1/ലാംഡ 0. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. സോ come on, യെസ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി അല്ലെ. So come on, cross ചെയ്തേ. So we get the value as is equal to yes 2/lambda minus 4/lambda 0 equal to 1/lambda minus 1/lambda 0. So ഈ രണ്ട് ടേമും കൂടെ ഇവനെ കൂടെ നമുക്കൊന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാലോ. 2/lambda minus 1/lambda. So 1/lambda ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ.
ഇവിടെ ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയാലോ 4/λ0 മൈനസ് 1/λ0. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് 3/λ0 എന്ന് നമുക്ക് എഴുതാം അല്ലെ. സ്വാഭാവികപരമായിട്ടും നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. സോ λ0 ദ ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ലാംഡ ആയിട്ട് കിട്ടി. ദ ഫോർത്ത് ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോ പ്രാഥമികപരമായിട്ട് ആ ഗ്രാഫിക്കൽ സിറ്റുവേഷനിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ. ഏതൊക്കെ കോൺസെപ്റ്റ് ആയിരിക്കും, ഏതൊക്കെ വ്യത്യാസപ്പെടും, എന്തിനെയൊക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. സോ യു ഗെറ്റ് ദ കോൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ. സോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 4, സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 5. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ആൻസർ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച ആ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുക. നോക്കിയേ, the figure shows a plot of photoelectric current versus potential for a photosensitive surface for 3 different radiations. എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. Which one of the following is a correct statement? അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പം 1നും 2നും അത് സെയിം ആണെന്നാണ് അർത്ഥം അല്ലെ. യെസ്, എക്സാക്ട്ലി. ഇനി അടുത്തിട്ട് 3, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എപ്പോഴും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. കമാൻസേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലെ ഇന്റൻസിറ്റി ആണോ ഫ്രീക്വൻസി ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എപ്പോഴും കൈനറ്റിക് എനർജിയാണ് അല്ലെ. കൈനറ്റിക് എനർജിക്ക് തീരുമാനം എന്ന് പറയുന്നത് എപ്പോഴും ഇൻസിഡന്റ് റേഡിയേഷന്റെ പ്രത്യേകതകൾ തന്നെയായിരിക്കും. അവന്റെ ഫ്രീക്വൻസിയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം ഓർപ്പിക്കാം അല്ലെ. 1, 2 ഇത് രണ്ടിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗ്യാരണ്ടിയാണ് ദേ ആർ വിത്ത് സെയിം ഫ്രീക്വൻസി എന്നുള്ള കാര്യം. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ? വിച്ച് ചോയ്സ് ഈസ് മോർ കറക്റ്റ് വൺ ഹിയർ? കം ഓൺ എവരിബഡി, ലുക്ക് ദ ഫോർത്ത് ചോയ്സ് ഒന്ന് നോക്കിയേ. Curves 1 and 2 represent incident radiations of different frequencies, different intensities. Different intensity എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ രണ്ടിനും സെയിം ആയതുകൊണ്ട് ഒരെണ്ണം തന്നെ ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കിയേ. Curve 2 and 3 represent incident radiation of the same frequency having same intensity. Different intensity ആണ് അല്ലെ. 2ഉം 3ഉം ഇൻസിഡന്റ് സെയിം ഫ്രീക്വൻസി അല്ല. 2ഉം 3ഉം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫ്രീക്വൻസിയാണ് വരുന്നത്. കമാൻ 2 and 3 represent incident radiation of different frequencies, different intensity. പക്ഷെ ഒറ്റ ഇന്റൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും അല്ല ആൻസർ. നമ്മുടെ ആൻസർ ഏതായിട്ട് മാറി? ദ ഫസ്റ്റ് ഓപ്ഷൻ. Curves 1 and 2 represent same frequency but of different intensities. അപ്പൊ ആ ഗ്രാഫ് കൃത്യതയോടെ അറിഞ്ഞിരിക്കണേ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. വെരി ഗുഡ് എക്സാക്ട്ലി. സോ വി ക്യാൻ ഗോ വിത്ത് ദ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക്. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവന്റെ പാർട്ടിക്കിൾ നേച്ചർ കൃത്യമായിട്ട് വരുന്നത് നമുക്കറിയാം. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അതിന്റെ എനർജി, ഫോട്ടോൺസിന്റെ മൂവ്മെന്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദ്യമായിട്ട് വന്നിരിക്കുക. ദ മൊമെന്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് എനർജി 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്കറിയാം എനർജി ഓഫ് ഫോട്ടോണിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ് mc² എന്നല്ലേ. നമുക്ക് വേണ്ടത് മൊമെന്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലൊക്കെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ മൊമെന്റം എന്ന് പറയുന്നത് യെസ് എക്സാക്ട്ലി ഇവനെ നമുക്കൊന്ന് സി കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. സോ mc ആയിട്ട് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് എനർജി ബൈ ദാറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ്. പക്ഷെ ഇവിടെ SI സിസ്റ്റത്തിലേക്കാണ് സംഗതി വരേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എനർജിയുടെ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് അല്ലെ. അത് എത്ര ജൂളാണ്? സോ നമുക്കറിയാം അത് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 into 10 to the power of -19 ആണ് അല്ലെ. സോ ദാറ്റ് മച്ച് വാല്യൂ നമുക്ക് കൊടുക്കാം. അതോടൊപ്പം നിങ്ങൾ ഓർക്കണേ മെഗയാണ്. അപ്പൊ മെഗ വരുമ്പോൾ 10 to the power of 6 ആയിട്ട് ഡിവിഷൻ വരും. That by 3 into 10 to the power of 8. So that is the concept there.
So come on, quick, please message me. What is the answer for that question number 6th one? Exactly. Come on, everybody. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകളാണ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അത് കൃത്യമായിട്ട് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഇനി ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് മെമ്മറിയിലേക്ക് നമ്മൾ നോട്ട് നോക്കാതെ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു എന്ന് ഉറപ്പിക്കണം. അതല്ലാത്ത ഇക്വേഷൻസ് വീണ്ടും നോട്ട് ഡൗൺ ആക്കുകയും അത് ഒരിക്കൽ കൂടെയൊക്കെ എഴുതി നോക്കി ഉറപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണേ. അപ്പൊ അത് നമ്മൾ ദ ഡൈമെൻഷണൽ അനാലിസിസിലെ കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു അനദർ എന്ന് പറയുന്ന തരത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, ഓർക്കുന്നുണ്ടോ? n2 എന്ന് പറയുന്നത് n1 ഇൻറ്റു m1 ബൈ m2 റൈസ് ടു a, l1 ബൈ l2 റൈസ് ടു b, t1 ബൈ t2 റൈസ് ടു c. ആ ഇക്വേഷൻ തുടങ്ങി ഇലക്ട്രോണിക്സിനകത്ത് നമ്മുടെ ആൻഡ് ഗേറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന y ഈക്വൽ ടു എ ബി എന്നോ y ഈക്വൽ ടു എ പ്ലസ് ബി എന്നോ, അതല്ല നോർ വരുമ്പോൾ അത് ഒരു ബാറൂടെ ചേർന്ന് വരുന്നു എന്നുള്ള കോൺസെപ്റ്റോ ഒക്കെ പെട്ടെന്ന് മിന്നിമറിയണം എന്നർത്ഥം. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെമ്മറിയിലേക്ക് ഓരോ പോയിന്റും സ്വന്തമായിട്ട് വരുന്നുണ്ടോ എന്ന് കാണുക. So here we get the answer as 5 into 10 to the power of minus 22. So exactly that C choice as the answer. A good question again. Photons base ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, മോണോക്രോമാറ്റിക് ഫ്രീക്വൻസി 6 into 10 to the power of 14 hertz is produced by a laser. The power emitted is 2 into 10 to the power of minus 3 watt. The number of photons emitted on an average by the sources per second is. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കേസ് ഓർക്കുക. ദാറ്റ് പവർ അല്ലെങ്കിൽ എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് എൻ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റ് ഇൻറ്റു എച്ച് ന്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ പവർ എന്ന് പറയുമ്പോൾ എനർജി ബൈ ടൈം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എൻ എച്ച് ന്യൂ ഡിവിഷൻ ബൈ ടൈം. ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എന്നുള്ള കോൺസെപ്റ്റില് അവന് നമുക്ക് സ്മോൾ എൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതാണ് നമുക്ക് റെലവന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. So we get the answer for the number of photons emitted. So n is equal to p division by h into nu. You can just substitute that value. So the power is given as is equal to 2 into 10 to the power of minus 3. That division by h as 6.625 into 10 to the power of minus 34 into the frequency as 6 into 10 to the power of 14. So on solving, you get the answer as is equal to exactly, yes, come on, 5.05 into 10 to the power of 15, that much number of photons per second. So we can take the fourth option as the answer. Very good, very good. Exactly, you are right. Good, good. അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ഡീബോഗ്ലി കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ wave nature of particles moves with a speed v. അപ്പൊ അത് ഡീബോഗ്ലി എന്നും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഈ ഒരു സെക്ഷനിൽ വളരെ കൃത്യതയോടെ പഠിച്ചിരിക്കുക. ഡീബോഗ്ലി വേവ് ലെങ്തുമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ട റിലേഷൻസ് ഇതാണ്. എച്ച് ബൈ പി ആണ്. ദാറ്റ് ഈസ് എച്ച് ഡിവിഷൻ ബൈ എം ഇൻറ്റു വി ആണ്. ഇതില് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആ ഹാഫ് എം വി സ്ക്വയറിനെ മൊമെന്റത്തിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് പി സ്ക്വയർ ഡിവിഷൻ ബൈ 2m. സോ ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി there. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് മൊമെന്റത്തിന് പകരമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് എച്ച് ബൈ റൂട്ട് ഓഫ് that is 2m into kinetic energy. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ടേം ചില കേസസില് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. ഒരു വി പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ടുള്ള ആക്സിലറേഷൻ ആണ് അവന് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും.
വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്, മറന്നു പോകരുത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്പർ 8, come on, try to do it. A proton and an alpha particle are accelerated from rest to the same energy. അപ്പോ രണ്ട് കേസസിലും for the proton and for the alpha particle, yes, their energies are equal. The de Broglie wavelength lambda p and lambda a are in the ratio. So that is the question. അപ്പൊ നമുക്കറിയാം സിമ്പിൾ ആയിട്ട് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട റിലേഷൻ ഇതാണ്, h/√2m into kinetic energy. പക്ഷെ ഇവിടുത്തെ കേസ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സെയിം കൈനറ്റിക് എനർജി എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം അത് മാസുമായിട്ട് ഇൻവേഴ്സ്ലി റൂട്ട് ആയിട്ടാണ് റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിനെ രണ്ട് കേസസ് ആയിട്ട് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ലാംഡ പി ഡിവിഷൻ ബൈ ലാംഡ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ബൈ ദാറ്റ് പ്രോട്ടോൺ. നമുക്കറിയാം സാധാരണ രൂപത്തില് ആൽഫ പാർട്ടിക്കിളിന് 4 യൂണിറ്റ് മാസ് പറയുമ്പോൾ പ്രോട്ടോണിന് 1 യൂണിറ്റ് മാസ് ആണ് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ mm നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ √4 as 2:1 as the answer. Exactly, you get the second option as the answer. Really good. കുഞ്ഞുങ്ങളെ ക്ലിയർ ആകുന്നുണ്ടോ? തിയറിയും അതോടൊപ്പം കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? Yes, exactly. Come on, everybody. Look the question number 9. Question വായിച്ച് കൃത്യതയുടെ ആൻസറിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ശ്രമിച്ചേ. Come on, everybody. An electron is accelerated from rest through a potential difference of v volt. If the de Broglie wavelength of the electron is 1.227 into 10 to the power of -2 nanometer, the potential difference is. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. സോ ഹിയർ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ de Broglie വേവ്ലെങ്തിന്റെ മൊമെന്റം കോൺസെപ്റ്റ്, മൊമെന്റത്തിന് പകരം നമുക്ക് കൈനറ്റിക് എനർജിയുടെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. കൈനറ്റിക് എനർജിക്ക് പകരമായിട്ട് നമ്മൾ പൊട്ടൻഷ്യലിന്റെ രൂപത്തിലേക്ക് എഴുതിയപ്പോൾ 2m ഇൻറ്റു ദാറ്റ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തി. അപ്പൊ ഇവിടെ ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ബേസ് ചെയ്തിട്ട് വേണേലേ എച്ചിന്റെ വാല്യൂം എമ്മും നമ്മുടെ ഇയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് നമുക്ക് വരാം. 12.27 by √v ആംസ്ട്രോം. അപ്പൊ ഇത് സാധാരണ de Broglie വേവ്ലെങ്തിൽ ഇലക്ട്രോണുമായിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ അത് നല്ല കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടൻഷ്യലിലേക്കാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? √v എന്ന് പറയുന്നത് 12.27 ഡിവിഷൻ ബൈ ലാംഡ. സോ ദാറ്റ് മച്ച് 27 ആംസ്ട്രോങ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദാറ്റ് മച്ച് നാനോമീറ്റർ ആണ്. അവനെ ആംസ്ട്രോങ്ങിലേക്ക് ഒന്ന് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് കൂടെ മാറ്റണം അല്ലെ. സോ 12.27 ഇൻറ്റു അപ്പൊ ഒരു 12 ആണ്. അപ്പൊ 10 to the power of -3 ആയിട്ട് മാറുന്നു. ആംസ്ട്രോങ് ആകണമെങ്കിൽ അത് കൃത്യമായിട്ട് ദാറ്റ് സോ പവർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 to the power of -12 ആകുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി 10 to the power of -10 ഉണ്ട് അല്ലെ. ഗുഡ് ഗുഡ്. അപ്പൊ നമുക്ക് എടുക്കുമ്പോൾ 1/10 സ്ക്വയർ ആയിട്ട് മാറുക. -2. യെസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. സോ നമുക്ക് ഒന്ന് സ്ക്വയർ ചെയ്താൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 10 to the power of 4 വോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. That means the third option as the answer. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഓർക്കുക. അടുത്തത് ഒരു പ്രധാനപ്പെട്ട എക്സെപ്ഷണൽ കേസ് ആണ്. ഓക്കെ. The de Broglie wavelength of a neutron in thermal equilibrium with heavy water.
അപ്പം അതിനകത്ത് ചാർജ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ അൺചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ പാർട്ടിക്കിൾസ് വരുമ്പോൾ നമുക്കറിയാം സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഡി ബോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് h ഡിവിഷൻ ബൈ റൂട്ട് 2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. അതേപോലെ തെർമൽ ന്യൂട്രോൺസിന്റെ കേസ് എടുക്കുമ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3/2 ദാറ്റ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുന്നതൊക്കെ. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കൈനറ്റിക് എനർജി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get the good question answer. So h division by root of 3m kt. So that is the concept there. That means we can take the first option as the answer. Is it clear? So dear students, മനസ്സിലാവുന്നുണ്ടോ? കംഫർട്ട് അല്ലേ കുഞ്ഞുങ്ങളെ? Good, very good, very good. Exactly, you're right. Good. So tomorrow, dear one, our 22nd day ആണ്. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് 21 ദിവസം ഇപ്പോൾ ഓൺ ദ വേ ടുമോറോ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് വേണ്ടി പെയിൻ എടുക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അധ്വാനിക്കുന്നു. സോ നമ്മുടെ നാളെ ഇൻഡിവിജ്വൽ ചാപ്റ്ററിന്റെ അവസാന ദിവസമാണ് ഇലക്ട്രോണിക്സ്. അത് കഴിഞ്ഞിട്ട് പലതരത്തിൽ ആവശ്യക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും ഷെയർ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കഴിവതും ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഒരു ദിവസവും സെക്കൻഡ് ഇയർ മറ്റൊരു ദിവസവുമായിട്ട് നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ആസ്പെക്റ്റുകളും അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് റിലേഷൻസും കോൺസെപ്റ്റ്സും ഗ്രാഫ്സും ഒക്കെ ആയിട്ട് നമുക്ക് 2 ദിവസം ഡിസ്കഷനിൽ വരാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. പിന്നെ കുറച്ച് പേരുടെ ആവശ്യം എനിക്കറിയാം, ചാപ്റ്റർ വൈസ് ആയിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷൻസ്. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ കഴിവതും എനർജി എടുത്തുകൊള്ളാം. അത് ഈ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. സോ ഇറ്റ് ബിക്കംസ് സോ യൂസ്ഫുൾ ഫോർ യു. സോ ടുമോറോ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് പല സിലബസുകളിലും പല ടോപ്പിക്സുകളും ഇലക്ട്രോണിക്സിൽ നിന്ന് അവോയ്ഡഡ് ആണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തതയോടെ തിയറി പഠിക്കാൻ വേണ്ടി ഓർക്കുക. അത് അവസാനത്തെ ലോജിക് ഗേറ്റ്സ് വരെയും ട്രാൻസിസ്റ്ററും ഓസിലേറ്ററും അടങ്ങുന്ന കോൺസെപ്റ്റ്സുകൾ പഠിച്ചിരിക്കാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥികളും ശ്രമിക്കണേ. കാരണം നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് നല്ല സ്കോർ കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോണിക്സ് എന്നുള്ള കാര്യം മറക്കരുത്. ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതുവരെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ആറ്റമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ആണ്. അപ്പൊ അത് കൃത്യതയോടെ അപ്പൊ അതിൽ ആറ്റമിക് സ്ട്രക്ചർ വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ഫോർ സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനാണെന്നുള്ള കാര്യം മറക്കരുത്. അതില് ഇലക്ട്രോണുകൾ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഡിഫറൻറ്റ് സീരീസിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ. അപ്പം നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പല ലെവലുകളിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ലൈമാൻ സീരീസ്, ദെൻ നമ്മുടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അപ്പൊ അല്ലെങ്കിൽ n=2 വരുമ്പോൾ സംഭവിക്കുന്ന ബാൽമർ സീരീസ്, ദെൻ പാസ്കൽ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്. അത് കൃത്യതയോടെ എവിടെന്ന് എങ്ങോട്ട് കൃത്യമായിട്ടൊരു ഓർഡറിൽ പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ചില വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഇൻവോൾവ് ചെയ്യുന്നത് ഏത് റീജിയണിലാണ് എന്നുള്ളതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. സാധാരണ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ബാൽമർ സീരീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇറ്റ് ഈസ് ഇൻസൈഡ് ദ വിസിബിൾ റീജിയൻ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ബാൽമർ കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ഇൻഫ്രാറെഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിനു മുന്നേയുള്ള ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയൻ ആണെന്നുള്ള കോൺസെപ്റ്റ് അത് ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സാധാരണ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള റീജിയൻ എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജി, ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്.
പക്ഷേ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ, ഓർബിറ്റൽ റേഡിയസ് എന്നുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്? വളരെ പ്രധാനപ്പെട്ട കാര്യം. ഹൈഡ്രജൻ ലൈക്ക് ആക്ട് നമുക്ക് പറയാം, that is equal to 0.53 n square by z. Z is 1 there. അതോടൊപ്പം ഓർബിറ്റൽ സ്പീഡ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ, ഇത് രണ്ടും അറിയാമെങ്കിൽ പിന്നെ ടൈം പീരീഡിലൊക്കെ പോകാൻ വളരെ ഈസി ആയിരിക്കും. സോ Rn is equal to 0.53 n square by z, that much Armstrong. The velocity of the electron in the nth orbit as a 2.2 into 10 to the power of 6 z by n. Then നമ്മുടെ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. The wave number is equal to Rydberg constant into 1 by n1 square minus 1 by en2 square. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. മിക്കവാറും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരതയോടെ ചോദിക്കുന്ന കോൺസെപ്റ്റ്. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആയിട്ടുള്ളത്. കമാൻ എവരിബഡി, കമാൻ ട്രൈ ടു സോൾവ് ഇറ്റ്. For which one of the following Bohr model is not valid? Bohr atom model valid അല്ലാത്ത കേസ് ഏതാണ്? So it is a very important one. എപ്പോഴും ബോർ ആറ്റം മോഡൽ വാലിഡ് ആകുന്ന കേസ് നമ്മുടെ മനസ്സിൽ അറിയണം, ഹൈഡ്രജൻ ലൈക്ക് മാറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതല്ലാത്തത്, ഫസ്റ്റ് കേസ് എന്ന് വെറുതെ നോക്കിയേ, സിംപ്ലി അയണൈസ്ഡ്. സാധാരണ ഹീലിയം എന്ന് പറയുമ്പോഴേ തന്നെ നമുക്കറിയാം അതിന്റെ അയണൈസേഷൻ വരുമ്പോൾ 2+ ആണ് അല്ലെ, പക്ഷെ ഇത് സിംപ്ലി അയണൈസ്ഡ്. അപ്പൊ what possibilities there? അപ്പം ഇതിനകത്ത് യെസ് എക്സാക്ട്ലി ദ തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. നിയോൺ ആണ് അവിടെ വരുന്നത്. സോ സിംപ്ലി അയണൈസ്ഡ് ഹാസ് മോർ ദാൻ 1 ഇലക്ട്രോൺ ആൻഡ് ഹെൻസ് അത് വാലിഡ് അല്ല എന്നുള്ള കോൺസെപ്റ്റ് മറന്നു പോകരുത്. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചേ. ഇത് കൂട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്പെക്ട്രയിൽ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ഫസ്റ്റ് ജംപ്സ് ഫ്രം third excited state to second excited state. അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ. അപ്പം തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കണേ ദാറ്റ് ഇനിഷ്യൽ കേസ് എന്ന് പറയുന്നത് n1 എന്ന് പറയുന്നത് 4 ആണെന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഫൈനൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് തേർഡ് ആണ്. അപ്പൊ അവയുടെ വേവ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/λ1 എന്ന് പറയുന്നത് r into 1/nf square, that is minus 1/n initial square. അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് λ1 എന്ന് കണ്ടുപിടിക്കാം. So that is equal to r into, that is 1/3 square 9 minus 1/4 square as a 16. So that is equal to r into that 16 minus 9, that is a 7 division by 9 into 16 as 144. അപ്പൊ നമുക്ക് λ1 എന്ന് പറയുന്നത് 144 division by 7r എന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കേസ് എന്ന് പറയുന്നത്, അവിടെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റും നമ്മുടെ നോർമൽ എന്നും തമ്മിൽ തിരിഞ്ഞു പോകരുത്, വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n അവിടെ 2 ആകും എന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ പറയുന്നത് സെക്കൻഡ് എക്സൈറ്റഡ് 2, സോ ni എന്ന് പറയുന്നത് 3 ആയിട്ട് അവിടെ വരുന്നു. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ nf എന്ന് പറയുന്നത് 2 ആയിട്ട് ഇവിടെ മാറുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കമാൺ എവരിബഡി പ്ലീസ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടാവും കുഞ്ഞുങ്ങളെ. ഇറ്റ് ബിക്കംസ് സോ കോൺഫിഡൻസ്, ഇത് നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നൽകും. സോ 1/ that initial square final square 2 square as a 4 minus 1/ that initial ni square, it becomes 3 square as a 9. So that is equal to r into 9 minus 4 as a 5 division by 36. That means λ2 take the value as a 36 division by 5 into r. So അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ എടുത്താൽ λ1/λ2 എന്ന് പറയുമ്പോൾ
That is 144 division by 7r, that much into that lambda 2 as a 36 division by 5 into r. So r cancel. And 36 we can divide it with 144 and 4. So 20 division by 7. So you get the answer as the fourth option. കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആകെപ്പാടെ വേവ് നമ്പറിന്റെ റിലേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ വളരെ കംഫർട്ടായിട്ട് നമ്മൾ വന്നു. പക്ഷെ അവിടെ തെറ്റ് വരാൻ സാധ്യതയുള്ളത് എക്സൈറ്റഡ് സ്റ്റേറ്റ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിന്റെ വാല്യൂവും തമ്മിൽ മറക്കരുത്. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റ്സിനെക്കാളും ഒരു വാല്യൂ, യെസ്, ഇപ്പൊ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് എന്നിന്റെ വാല്യൂ 4 ആണ് എന്നുള്ള കാര്യം മറക്കരുത്. അതേപോലെ തരത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ എക്സാക്ട് ആയിട്ട് ആൻസറിലേക്ക് വരൂ. പരീക്ഷാ ഹാളിൽ അതൊരു കൺഫ്യൂഷൻ ആണ്, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. ദ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഈസ് 10 to the power of 7. അത് ഓരോ മാസ് നമ്പറിന് ഓരോന്നാണെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ഹൈഡ്രജൻ ലൈക്കിന് 10 to the power of 7 ആയിട്ട് നമുക്ക് എടുക്കാം. The wave number of the last line of Balmer series in the hydrogen spectrum. അപ്പൊ ബാൽമർ സീരീസിന്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഓർക്കണേ, ബാൽമർ സീരീസ് നമ്മൾ പറയുമ്പോൾ അത് ഏത് റീജിയനിലാണ് പെടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈസ് ഇറ്റ് ഇൻ ദ അൾട്രാ വയലറ്റ് ഓർ വിസിബിൾ ഓർ ഇൻഫ്രാറെഡ്? ഏത് റീജിയനിലാണ് നമ്മുടെ ബാൽമർ സീരീസ് ഉൾപ്പെടുന്നത് എന്ന് ഷെയർ ചെയ്യാവും? കമാൺ എവരിബഡി. ഇപ്പൊ ലാസ്റ്റ് ലൈനിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. ലാസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിഷ്യൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. ഫൈനൽ എന്തായാലും ബാൽമർ ആണ്, അപ്പോൾ അത് 2 ആയിരിക്കണം. സോ എക്സാക്ട്ലി കീപ് ഇൻ മൈൻഡ്, ഇത് വിസിബിൾ റീജിയനിൽ പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, വിസിബിൾ റീജിയൻ. സോ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് യു ഗെറ്റ് ദ വാല്യൂ as 1 by lambda is equal to as a 10 to the power of 7 into, very good, exactly 1 by that 2 square, nf square, അല്ലെ, nf square minus 1 by ni square. Very good, exactly. So 10 to the power of 7 into 1 by 2 square minus 1 by infinity. So 1 by infinity becomes 0. So that is equal to 10 to the power of 7 division by 4. So you get the value for, നമുക്ക് വേണ്ടത് ആക്ച്വലി വേവ് നമ്പർ ആണ്, വേവ് നമ്പർ ആണ്, വേവ് ലെങ്ത് അല്ല. So 1 by lambda, 1 by 4 as a 0.25 into 10 to the power of 7. So you get the answer as third option as the answer. Exactly, you're right. Very good. അപ്പൊ കുഞ്ഞുങ്ങളെ തിയറി കംഫർട്ട് ആണെങ്കിൽ ഗുഡ് ആണ് ആൻസർ. ഓക്കെ, നമ്പർ 14. ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. An electron of a stationary hydrogen atom passes from the 5th energy level to the ground level. The velocity that atom recovered as a result of photon emission will be. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഇതുമായിട്ട് ഇവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് കോൺസെപ്റ്റ് ആണ് ഡി ബോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ h ഡിവിഷൻ ബൈ m into v ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ലാംഡ ഈസ് h ഡിവിഷൻ ബൈ m into v. അപ്പൊ നമുക്ക് ലാംഡ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക, അല്ലെ, ആറ്റമിക് സ്പെക്ട്ര ബേസ് ചെയ്തിട്ട്. അത് അറിയാമെങ്കിൽ നമുക്ക് വിയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി വി നീഡ് ടു ഫോളോ. അപ്പൊ നമുക്ക് വേവ് നമ്പറുമായിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. That is 1 by lambda is equal to r into 1 by that square minus 1 by that 5 final square. So that is equal to, ഇവിടെ പറയുന്നത് 5th energy level to the ground level. അപ്പം 5th energy level, 5th എന്ന് പറയുമ്പോൾ 5 square, അല്ലെ, 5 square. അപ്പൊ അതില് നമ്മുടെ വാല്യൂ തിരിഞ്ഞു പോകരുത്. 1 by f ഇത് ഇനിഷ്യൽ ആയിരിക്കണം. സോ നമുക്ക് 5th എനർജി ലെവൽ ആണ്. 2 ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. സോ 1 സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r into, കമാൺ, as 25 minus 1 as 24 by 25. ഇതാണ് നമുക്ക് 1 by
ദാറ്റ് ലാംഡ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ലാംഡ നമുക്ക് വന്നു, ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു യെസ് എക്സാക്ട്ലി 25 ഡിവിഷൻ ബൈ 24 R ആണെന്ന് നമുക്ക് ലാംഡ കിട്ടി. നമുക്ക് വേണ്ടത് സ്പീഡാണ്. സോ നമ്മുടെ ഡി ബോഗ്ലി കോൺസെപ്റ്റ് വെച്ചിട്ട് എം ഇൻറ്റു വി എന്ന് പറയുന്നത് എച്ച് ഡിവിഷൻ ബൈ ലാംഡ ആണ്. സോ നമുക്ക് വേണ്ടത് വി ആണ്. സോ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇൻറ്റു ലാംഡ. സോ ലാംഡ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 25 by 24 R. So you get the value as 24 HR division by 25 M. You get the answer as exactly the first one. So that is a very good, exactly, you're right. So that is the concept there. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് വേവ് നമ്പറിന്റെ റിലേഷൻ എഴുതി, പക്ഷേ അത് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റ് ആണ്. അതിനുള്ള ഒരു നല്ല ഒരു ക്ലൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, എച്ചുമായിട്ടുള്ള റിലേഷൻ. അതുകൊണ്ട് നമ്മൾ മനോഹരമായിട്ട് അത് ഡി ബോഗ്ലിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തു. നമുക്ക് ആൻസറിലേക്ക് നമുക്ക് ഈസിയോടെ എത്താനും നമുക്ക് പറ്റി. ഗുഡ്, വെരി ഗുഡ്. നമ്പർ 15 നമ്മുടെ ഗ്രാവിറ്റേഷൻ ആയിക്കൊള്ളട്ടെ, അതോടൊപ്പം നമ്മുടെ ദിസ് വൺ അറ്റമിക് സ്പെക്ട്ര ആയിക്കൊള്ളട്ടെ, പ്രോമിസിംഗ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, the total energy of an electron in an atom in an orbit is minus 3.4 electron volt. Its kinetic and potential energies are. അപ്പൊ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും മനസ്സിൽ ഓർക്കണേ, നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് സമമാണ്. പക്ഷേ കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ള കോൺസെപ്റ്റ് മറക്കരുത്. അതുകൊണ്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് കൈനറ്റിക് എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇതിങ്ങനെയാണ് നമ്മൾ പറയുമെങ്കിലും അവന്റെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ടുള്ള റിലേഷൻ വരുമ്പോൾ മറന്നു പോകരുത്, ദാറ്റ് ഈസ് P/2. സാധാരണ രൂപത്തിലെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നെഗറ്റീവ് ആസ്പെക്ട് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -2 times ഓഫ് കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങൾക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. സോ വാട്ട് ഈസ് ആൻസർ ഹിയർ? അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി -3.4 ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ യെസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിന്റെ മൈനസ് വാല്യൂ ആയിരിക്കും. അപ്പൊ +3.4 ആയിരിക്കും. സോ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് +3.4 ഇലക്ട്രോൺ വോൾട്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അത് -2 ഇൻറ്റു കൈനറ്റിക് എനർജി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇപ്പൊ കൈനറ്റിക് എനർജി എത്രയാണോ അതിന്റെ -2 times of 3.4. So that is equal to -6.8 electron volt. Exactly we get the answer as that third option. So that is a strategy. Good, very good. Exactly, you are right. Zodiac one, ആദ്യമായിട്ടാണ് ഈ SS ഫിസിക്സ് ടിപ്സ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഈ ഒരു പാൻഡമിക്കില് എസ്പെഷ്യലി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഫിസിക്സ് പഠിക്കാൻ വേണ്ടത് അതെല്ലാം ഈ ചാനലിനകത്തുണ്ട്. ക്വിക്ക് റിവിഷൻ വീഡിയോസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ഫിസിക്സ് പോയിന്റ്സ് ഉണ്ട്. ചാപ്റ്റർ വൈസ് സൊല്യൂഷൻ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സും സോൾവഡ് ആണ് 33 ഇയേഴ്സും. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലുക്ക്, ടുമോറോ നമുക്ക് ഇലക്ട്രോണിക്സ് ആണ് ക്ലാസ്. അത് ആബ്സെന്റ് ആകാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം അടുത്ത ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്കൺസെപ്റ്റ്സ് വരുന്ന നീറ്റിലെ പോയിന്റുകളും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സ് റിലേഷൻസും ഗ്രാഫ്സും ഒക്കെ ആയിട്ട് നമുക്ക് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും കാണാൻ ശ്രമിക്കാം. സോ ലുക്ക്, ദ ന്യൂക്ലിയായി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നോക്കൂ, ബൈൻഡിങ് എനർജി. അപ്പൊ ന്യൂക്ലിയസിൽ നമുക്ക് എന്താണ് നമ്മുടെ റേഡിയസിന്റെ റിലേഷൻ, അത് മറന്നു പോകാതെ ഓർക്കണേ. R = R0 ×
നമ്മുടെ മാസ് നമ്പറുമായിട്ടുള്ള റിലേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് കേസസ് എന്നുള്ള സെൻസിൽ വരുമ്പോൾ സി എന്താണ് ഐസോടോപ്സ്, എന്താണ് ഐസോബാസ്, എന്താണ് ഐസോടോൺസ്, അപ്പൊ തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടി പലപ്പോഴും പല വർഷങ്ങളിലും ഇതിൽ ഏതെങ്കിലും ഒരു ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ സെയിം ആഡമിക് നമ്പർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് നമ്പേഴ്സ്. നമുക്ക് എക്സാക്ട്ലി ഹൈഡ്രജന്റെ 3 സ്പീഷീസും നമുക്ക് അതിന് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അടുത്ത ഐസോബാർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. സെയിം മാസ് നമ്പർ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റമിക് നമ്പർ ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ H13യും അതോടൊപ്പം He23യും നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഐസോടോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഓർക്കണം, ന്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതപ്പോ സാധാരണ രൂപത്തിൽ മാസ് നമ്പറിന്റെയും ആറ്റമിക് നമ്പറിന്റെയും ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഈ കർവിനെ കുറിച്ച് ഒന്ന് കൃത്യതയോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ റെഡിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്ന അതിൽ സ്പെഷ്യലായിട്ട് നമുക്ക് ഈ 3 പീക്കുകൾ മോർ സ്റ്റെബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അവിടെ ഓർക്കുക, ഈവൻ ന്യൂക്ലിയൈ ആയതുകൊണ്ടാണ് അവയ്ക്ക് അങ്ങനെ ഒരു പീക്ക് വരുന്നത്. ആ 3 എലിമെന്റ്സ് ഓർക്കുക. ഓക്സിജൻ 16, കാർബൺ 12 ആൻഡ് ഹീലിയം 4. ഇവർ 3 പേരും മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കേസസ് ആണ്. ഇനി സാധാരണ ഇൻ ബിറ്റ്വീൻ 50 to 80 മാസ് നമ്പർ ഉള്ളതാണ് മോർ സ്റ്റേബിൾ ആയിട്ട് കണക്കാക്കുക. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് അയൺ 56 ആണെന്ന് ഓർക്കുക. അതിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് 8.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 80യും അതോടൊപ്പം അത് അൺസ്റ്റേബിൾ ആണ്. അതോടൊപ്പം ചെറിയ ന്യൂക്ലിയസ് എടുക്കുമ്പോൾ ലെസ് ദാൻ 20 ഉള്ളതും സ്റ്റേബിൾ അല്ല എന്നുള്ള കാര്യം മറക്കരുത്. ഇനി നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ ഒന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പോയിന്റ് നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആൽഫ, ബീറ്റ, ഗാമ എമിഷന്റെ പ്രത്യേകതകൾ, അതോടൊപ്പം അതിന്റെ റേഡിയേഷൻ ആക്ടിവിറ്റിയുടെ റിലേഷൻസ് n is equal to n0 e raised to minus lambda t, ആ ഒരു കോൺസെപ്റ്റ്. സോ വി ക്യാൻ സേ n by n0 എന്ന് പറയുന്നത് 1/2 raised to small t by that t half. ഇങ്ങനെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻസ് പഠിച്ചു വെക്കുക. അതിന്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനും ശ്രദ്ധിക്കണം. കാരണം അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എ ലോട്ട്. കാരണം നമ്മുടെ മോഡേൺ ഫിസിക്സ് എടുക്കുമ്പോൾ ടോട്ടലായിട്ടൊരു 235+ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് 33 വർഷമായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ന്യൂക്ലിയർ റീജിയനിൽ നിന്നാണ്. ദെൻ ഡ്യുവൽ നേച്ചർ, ഏറ്റവും ലീസ്റ്റ് ആണ് നമ്മുടെ ആറ്റമിക് സ്പെക്ട്ര അല്ലെങ്കിൽ ആറ്റംസ് ബേസ് ചെയ്തിട്ട് ചോദിക്കുക. ഇവിടെ നോക്കി, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. നോക്കൂ, the radius of the aluminum nucleus is to be RAL, then the radius of tellurian nucleus is nearly. അപ്പൊ നമുക്ക് അറിയാന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ് R is equal to R0 into മാസ് നമ്പർ റേസ് ടു 1/3. മറന്നു പോകരുതേ, വളരെ പ്രധാനപ്പെട്ട കേസാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിലെ R4 അലുമിനിയം എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി R0 into അവന്റെ മാസ് നമ്പർ റേസ് ടു 1/3 എന്ന് പറയുമ്പോൾ 27 റേസ് ടു 1/3. നമുക്ക് 27 എന്ന് പറയുന്നത് ആക്ച്വലി 3 ക്യൂബ് ആണ് അല്ലെ. അപ്പൊ 3 ക്യൂബ് into 1/3, 3 ക്യാച്ച്. സോ RAL എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് R0 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് പറയാണ് ടെലൂറിയത്തിന്റെ എക്സ്പ്രസ് ചെയ്യാനാണ്. അപ്പം ടെലൂറിയത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി R0 into അതിന്റെ മാസ് നമ്പർ 125 റേസ് ടു 1/3 ആണ്. നമുക്കറിയാം 125 എന്ന് പറയുന്നത് 5 ക്യൂബ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, വളരെ ഈസി ആയി.
അപ്പോൾ അത് R0 ടൈംസ് 5 ആയി. നമ്മുടെ ചോയ്സസ് എല്ലാം RALന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് R0ക്ക് പകരമായിട്ട് RAL/3 ആയിട്ട് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, so we can write 5 into that RAL/3. So you get the value as 5/3. So you get the answer for that 16:1 as is equal to the first option as the answer exactly. Is it clear, കുഞ്ഞുങ്ങളെ? കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? Is it clear? So be confident. The simple questions are waiting. ഒന്ന് റിഫ്രഷ് ചെയ്ത് നമുക്ക് ഒരു 7 ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് ന്യൂക്ലിയൈ നമുക്ക് നന്നായിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. നമ്പർ 70 നോക്കൂ. The nuclei of which one of the following pairs of nuclei are isotones. Isotones ആയിരിക്കണം. അപ്പൊ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കണം. അത് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മുടെ ആറ്റമിക് നമ്പർ മാസ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഒന്ന് നോക്കിയാൽ 74 മൈനസ് 34, സോ 40 എന്ന് കിട്ടി അല്ലെ. 71 മൈനസ് 31 40 കിട്ടി അല്ലെ. സോ അത് തന്നെ ആൻസർ ആയി കഴിഞ്ഞു അല്ലെ. ബാക്കിയുള്ളതെല്ലാം ഒന്ന് നോക്കി, ഡിഫറൻസ് അവിടെ ഉണ്ട്. 86 മൈനസ് 30 ആയി 50, 84 മൈനസ് 38 ഡിഫറൻറ്റ് ആയി കഴിഞ്ഞു. സോ എക്സാക്ട്ലി വി ഗെറ്റ് ദ ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ. സോ അതിന്റെ ഡെഫിനിഷൻ തിരിഞ്ഞു പോകരുത്. പല കുട്ടികൾക്കും ആറ്റമിക് നമ്പറും മാസ് നമ്പറും തമ്മിൽ തെറ്റിദ്ധാരണ വരാറുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഐസോബാർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അബദ്ധം വരാറുണ്ട്. ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് അതിന്റെ ആൻസറിലേക്ക് ഒന്ന് വരാൻ നോക്കി. നിങ്ങളുടെ ആൻസേഴ്സ് വെയിറ്റ് ചെയ്യാൻ. How does the binding energy per nucleon vary with the increase in number of nucleons? അപ്പോൾ ആ കർവ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമാൺ. ഈ ഒരു തരത്തിലാണ് അല്ലേ മൂവ് ചെയ്യുന്നത്? കമാൺ കമാൺ. സോ വാട്ട് ഈസ് ആൻസർ ഫോർ ഇറ്റ്? ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ കുറച്ച് കുറയുന്നു, അങ്ങനെ ആ തരത്തിലാണ് നമുക്ക് മൂവ് ചെയ്തു പോകുന്നത് അല്ലെ. യെസ്, എക്സാക്ട്ലി. പീക്കുകളൊക്കെ വരുന്നു ഇങ്ങനെ. ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് യെസ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടുമ്പോൾ അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് പറയാം ഫസ്റ്റ് ഇൻക്രീസസ് ആണ്, ദെൻ ഡിക്രീസസ് ഇൻ മാസ് നമ്പർ. ഗുഡ്, വെരി ഗുഡ്. നമ്പർ 19 നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ ഹാർഡർ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ പറ്റും. അതിന്റെ നല്ല പ്രോബ്ലംസ് എസ്പെഷ്യലി NCERT ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു പഠിക്കുന്നത് നല്ലതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജൻ ആണ്. ഓക്കെ, ബൈൻഡിങ് എനർജി ഓഫ് ഡ്യൂട്രോൺ ദാറ്റ് ഈസ് ഗിവൻ ആസ് 2.2 mega electron volt, and that of helium He24 that is given as 28 mega electron volt. If two deuterons are fused to form one helium, so two deuterons fused to give one helium He24, then the energy released is what? So that is the question. So നമുക്കിവിടെ രണ്ടിന്റെ, അപ്പൊ ഇവിടെ ഒരു ഡ്യൂട്രോണിന്റെ ബൈൻഡിങ് എനർജി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അടുത്ത് ഹീലിയത്തിൻ്റെതും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് ഇൻ എനർജി നമ്മൾ കൺസിഡർ ചെയ്താൽ മതി അല്ലെ. എന്തുമാത്രമായിരിക്കും ഡിഫറൻസ് ഇൻ കോൺസെപ്റ്റ് വരുന്നത്? സോ ബൈൻഡിങ് എനർജി ഫോർ ദാറ്റ് വാട്ടർ നമ്മളുടെ ഹീലിയം minus that binding energy for 2 into binding energy of that deuteron.
So that is equal to 28 m electron volt minus 2 into 2.2 m electron volt. So that is equal to, yes, 28 minus that 4.4, and you get the answer as is equal to, come on, 23.6, that much MeV. So that is the aspect. So we get the choice as the first one. So that is the concept there. Good, very good, very good. Good, exactly, you are right. Good. Good. Very good. Number 20. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ റിയാക്ഷൻ, നമ്മുടെ ഫ്യൂഷൻ, ഇവയുടെയൊക്കെ നമ്മുടെ റിയാക്ഷൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതിലെ മോഡറേറ്റർ, കൂളന്റ്, അതിൻ്റെയൊക്കെ എക്സാമ്പിളുകളൊക്കെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. നോക്കി, എനർജി റിലീസ്ഡ് ഇൻ ദ ഫിഷൻ ഓഫ് എ സിംഗിൾ യുറേനിയം 92-235 nucleus is 200 mega electron volt. The fission rate of uranium 92-235 filled reactor operating at a power level of 5 watt is. So അതിന്റെ പ്രൊഡക്ഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 5 വാട്ട് ആണ്. പെർ ഫിഷനിൽ പുറത്തു വരുന്നത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ എന്താണ് അവിടുത്തെ ഫിഷൻ റേറ്റ്? ഫിഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് the total power there division by that energy released per fission. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിഷൻ റേറ്റ് എന്ന് പറയുന്നത്. So fission rate is the power there division by energy per fission. The total power there is 5 watt, that division by energy per fission, that is equal to 200 mega electron volt. Mega 10 to the power of 6, electron volt in a joule-ആക്കി മാറ്റുമ്പോൾ 1.6 into 10 to the power of minus 19. And on solving, you get the value as 1.56 into 10 to the power of 11. That means 2 as the second option as the answer. അപ്പൊ ഈ എനർജി നമ്മുടെ റിലീസ്ഡ് ഇൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ആയിക്കൊള്ളട്ടെ, ഫിഷൻ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്ര ന്യൂട്രോൺസ് ആണ് ഓരോ ഫിഷനിൽ റിലീസ് ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള ടേമുകൾ, അതോടൊപ്പം ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന മോഡറേറ്റർ, കൂളന്റ്, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ പേരുകളും എക്സാമ്പിളുകളും പഠിച്ചു വെച്ചിരിക്കണേ. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയാണ്. നോക്കൂ, ഇനി നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് പറയുന്നത്. അപ്പം ഓർക്കണം എന്തൊക്കെ വ്യത്യാസമാണ് എസ്പെഷ്യലി ആൽഫ, ബീറ്റ, ഗാമ, ഇത് 3 ന്യൂക്ലിയസിനകത്തു നിന്നാണ് പുറത്തു വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ആൽഫ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഹീലിയം ന്യൂക്ലിയസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സാധാരണ രൂപത്തിൽ ഹീലിയം ന്യൂക്ലിയസ് പുറത്തേക്ക് വരുമ്പോൾ ആൽഫ പാർട്ടിക്കിളിന് എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ. അതിൽ നമുക്ക് മാസ് നമ്പറിന് 4 കുറയുമ്പോൾ ആറ്റമിക് നമ്പറിന് 2 കുറയുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ബീറ്റ പാർട്ടിക്കിൾ വരുമ്പോൾ ഇലക്ട്രോൺ എമിഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ്ങിലി ആറ്റമിക് നമ്പറിന് മാത്രമേ വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. മാസ് നമ്പർ റിമൈൻസ് ദ സെയിം. ഗാമ റേസ് വരുമ്പോൾ ദർ ഈസ് നോ ചേഞ്ച് എന്നുള്ള കാര്യം, അത് വെറും ഒരു റേഡിയേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ all are having same energy. ഇവിടെ ആൽഫയും ബീറ്റയ്ക്കും ഗാമയ്ക്കും ഒരേ എനർജിയാണ്. The penetrating power in a given medium is in the increasing order. അപ്പം ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ മിനിമം ഉള്ള ആളായിരിക്കണം വരേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് ആൽഫ, ബീറ്റ, ഗാമയാണ്. നമുക്കറിയാം പെനട്രേറ്റിംഗ് പവർ എന്ന് പറയുമ്പോൾ കൂടുതൽ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു ന്യൂട്രാലിറ്റി ഉള്ളതിനായിരിക്കും. ഇവിടെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ചാർജിലാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചാർജുള്ള ആൽഫയ്ക്കാണ് മിനിമം കോൺസെപ്റ്റ് ഉള്ളത്. സോ ആൽഫ, ബീറ്റ ഈ ഒരു റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർ 21 you get the answer as the third choice exactly. Very good, very good. Number 22. നോക്കൂ, the rate of
radioactive disintegration at an instant for a radioactive sample of half-life 2.2 into 10 to the power of 9 second is that 10 to the raised to 10 per second. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the number of radioactive atoms in that sample at that instant is അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ look the case here. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് R is nothing but equal to that lambda into n അല്ലേ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. സോ അതില് നമുക്ക് ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റിലേക്ക് നമുക്ക് വരാം. ലാംഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം that is 0.693 division by t half ആണ് അല്ലേ. So that is equal to 0.693 by t half എത്രയാണ്? That is 2.2 into 10 to the power of 9 ആണ്. On solving you get the value as 3.15 into 10 to the power of minus 10. So that is the concept there. And അങ്ങനെയാണെങ്കിൽ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. So n is equal to r division by lambda. So r is given that rate of radiant disintegration. It is given as what? 10 to the power of 10 division by that 3.15 into 10 to the power of minus 10. Come on everybody, please try to do it. Exactly, you get the value as 3.17 into 10 to the power of. Yes, very good, very good. Exactly, you get the answer as 19 as the answer. So the first option, that is the answer for it. So we can move with the question number 23. Look, for a radioactive material, half-life is 10 minutes. If initially there are 600 number of nuclei, the time taken for the disintegration of 450 nuclei. എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പം ലെഫ്റ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയും, ന്യൂക്ലിയ എന്ന് പറയുന്നത് 600 മൈനസ് 450 അല്ലെ എന്ന് പറയുമ്പോൾ 150 ആണ്. അപ്പോ n/n0 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് ഈസ് 150 ഡിവിഷൻ ബൈ 600 as is equal to 1/4. നമുക്കറിയാം സിമ്പിൾ ആയിട്ട് ടൈമുമായിട്ട് നമുക്കുള്ള റിലേഷൻ ആണ് n/n0 is equal to e raised to minus lambda t. അപ്പൊ നമുക്ക് രണ്ടിടത്തേക്ക് ഒന്ന് ലോഗ് ഒന്ന് എടുത്ത് to the base e, we can say that log n/n0 is equal to yes minus lambda t എന്ന് നമുക്ക് അറിയാം അല്ലെ. ആ മൈനസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ലോഗിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്താൽ മതി അല്ലെ. n0/n ആയിട്ട് നമുക്ക് എടുത്താൽ അത് lambda t ആയിട്ട് മാറും. So our aim is to find what is the value for lambda. So lambda is equal to 1/log to the base e of n0/n. നമുക്ക് log to the exponentialന് പകരം 10 to the base ആക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. 2.303 division by lambda into log to the base 10 of n0 division by n. അപ്പൊ n0/n വാല്യൂ നമുക്ക് 4 ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇനി വാല്യൂസ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഇവിടെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ലാംഡയ്ക്ക് ഇവിടെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി കഴിഞ്ഞു. ലാംഡ ഈസ് വാട്ട് you know, that is lambda is nothing but equal to 0.693 division by t half അല്ലെ. സിമ്പിൾ ആയിട്ട് ആൻസർ ആയി. come on, division by half t half, that much into log to the base 10 of n0 division by n equal to 2.303 by 0.693 into t half. So that is given as is equal to 10 minutes into log 4. Log 4 is 0.6020. Solve ചെയ്ത് കഴിഞ്ഞാൽ so you get the answer as is equal to exactly 20.007. You get the answer as A. ഇത് വളരെ ഈ ലോഗരിതം ബേസ് ചെയ്തിട്ടുള്ള ചെറിയ കാൽക്കുലേഷൻസ്, എസ്പെഷ്യലി log 2, log 4 അങ്ങനെയൊക്കെ ഉള്ളതിന്റെ വാല്യൂസ് പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയിലും ചില ഏരിയാസിൽ അതിന് ഹെൽപ്പ് കിട്ടും. അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട
concept. So we can move to the question number 24. A good question. Okay. What is the respective number of alpha and beta particles emitted in the following radioactive decay? Come on, everybody. അപ്പൊ അതിൽ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മളുടെ ഡ്യൂറിങ് നമ്മുടെ ആൽഫ എമിഷൻ ആണെങ്കിൽ നമുക്ക് ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും ബീറ്റയിലും അത് ആറ്റമിക് നമ്പറിലേക്ക് മാത്രമേ വ്യത്യാസം റെസ്ട്രിക്റ്റഡ് ആണ്. മാസ് നമ്പറിന് ബീറ്റ എമിഷൻ കൊണ്ട് വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് ഒള്ളി മാസ് നമ്പറിന്റെ വ്യത്യാസം ഒള്ളി ഡ്യൂ ടു ആൽഫ ഡികെ ആണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ആൽഫ ഡികെ വരുമ്പോൾ അവന്റെ മാസ് നമ്പറിന് 4 കുറയുന്നു ഒരെണ്ണത്തിന്റെ കേസാണെന്ന് നമുക്കറിയാം. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ലെഫ്റ്റ് ആകുന്നത് 168 ആണ് അല്ലെ. ഒരു ആൽഫ എമിഷൻ വരുമ്പോൾ 4 മാസ് നമ്പർ ആണ് കുറയുന്നത്. അപ്പോ n ആൽഫ ആണെങ്കിൽ 4n ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള 200 നമുക്ക് കിട്ടും. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർത്തിരിക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ n4 എന്ന് പറയുന്നത് 200 മൈനസ് 168 as 32 ആൻഡ് ദ നമ്പർ ഓഫ് ആൽഫ എന്ന് പറയുന്നത് 32 ഡിവിഷൻ ബൈ 4 you get the answer as 8. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നമുക്ക് ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ബീറ്റ എമിഷൻ എത്രയുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. സോ ആ സമയത്ത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം m എന്നാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 എണ്ണം വെച്ചാ കുറയുന്നത് അല്ലെ. യെസ്. പക്ഷെ അപ്പോ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ 2 എണ്ണം വെച്ച് കുറയുകയും പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് ഒരു എണ്ണം മാത്രമേ ആഡപ്പ് ചെയ്യുന്നുള്ളൂ അല്ലെ. സോ അങ്ങനെ വരുമ്പോൾ കൃത്യതയോടെ ഇവിടെ നോക്കി 80 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഓൾറെഡി തന്നെ നമുക്കറിയാം 8 ആൽഫ പാർട്ടിക്കിൾ ആണ് മാറിയിട്ടുള്ളത്. യെസ്. അപ്പം 8 into 2 അത്രയും വ്യത്യാസപ്പെടും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നോക്കിയേ, ഈ 90ക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? 2 into number of alpha emission അല്ലെ. യെസ്. മൈനസ് എത്ര ബീറ്റ എമിഷൻ നടന്നു പ്ലസ് ഇപ്പോൾ ഉള്ള ആറ്റമിക് നമ്പർ 8. ഇതായിരിക്കും നമ്മുടെ കോൺസെപ്റ്റ്. എപ്പോഴും ഈ ഒരു ചിന്താഗതി ഓർക്കുക. എന്താണ് ഇവിടെ n? ആൽഫ പാർട്ടിക്കിൾ. എന്താണ് എത്ര നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ? ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺസെപ്റ്റ്. സോ ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്ന ആറ്റമിക് നമ്പർ സോൾവ് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ ആസ് സോ ഈസിലി. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് m is equal to m എന്ന് പറയുമ്പോൾ നമുക്ക് 90 minus 80, that is 10 minus 16 minus 10, so that is equal to 6. So we get the answer as the fourth option as the choice. Very good, very good. അപ്പോൾ നമ്മള് മോഡേൺ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റ്സുകളും നമ്മൾ ടച്ച് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് നാളെ ഇലക്ട്രോണിക്സ് ആണ്, ബട്ട് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പല കുട്ടികൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഡേ 22. അടുത്ത 23-24 ഡേയ്സുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയാസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നടത്താൻ ശ്രമിക്കാം. ഇതേ സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്കൊന്ന് ഒരു 2 ദിവസം കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സും ഒന്ന് റിവൈസ് ചെയ്യുന്ന തരത്തിൽ അതിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ നിങ്ങളുടെ കൈകളിലേക്ക് തരാം എന്നാണ് ഉദ്ദേശിക്കുക. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. ഡേ 1 ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാൻ. യെസ്,
ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് നീഡഡ് ആണെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മടിക്കരുതേ. ഉറപ്പായിട്ടും SS ഫിസിക്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിങ്ങിനായിട്ട് ഉണ്ടാകും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് കേൾക്കുക, അതിനനുസരിച്ച് അനുവർത്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ എല്ലാവരും സുരക്ഷിതരായിരിക്കുക, ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുവാനും. So best wishes for everybody. Take care. God bless you.